എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ 26ാമത്തെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. ഒരു 40-ലധികം വർഷം അക്കൗണ്ടൻസി പഠിപ്പിച്ച പരിചയസമ്പത്ത് എനിക്കുണ്ട്. നമ്മളിപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ റിവിഷൻ ക്ലാസ്സുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2-3 പാഠങ്ങൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു അനലൈസ് ദ ഓവർഹെഡ്സ്. കോസ്റ്റിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചു: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. മെറ്റീരിയലിനെ വീണ്ടും രണ്ടാക്കി: ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസോടെ കൂടുന്നതാണ് പ്രൈം കോസ്റ്റ്. മിച്ചമുള്ള ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്താ? ഓവർഹെഡ്സ്. അപ്പോൾ ഓവർഹെഡ്സ് മീൻസ് ദി അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് അല്ലാത്തത് ഓവർഹെഡ്സിൻ്റെ മീനിങ് തന്നെ ഓവർഹെഡ്സ് which cannot be identified or apportioned to cost centers or cost unit. കൃത്യമായിട്ട് തരംതിരിക്കാൻ പറ്റാത്തതും വീതം വെച്ച് കൊടുക്കാൻ പറ്റാത്തതുമായ ചെലവുകളെയാണ് എന്ത് വിളിക്കുക? ഓവർഹെഡ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഓവർഹെഡ്സിനെ വീണ്ടും നമ്മൾ 4ആയിട്ട് തിരിക്കുന്നു: ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ 1. 2, എലമെൻ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ. 3, ക്ലാസിഫിക്കേഷൻ വിത്ത് റിഗാർഡ് ടു ബിഹേവിയർ ഓഫ് എക്സ്പെൻഡിച്ചർ. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ 4 ഫാക്ടറി ഓവർഹെഡ്സ്, ഓഫീസ് ഓവർഹെഡ്സ്, സെല്ലിംഗ് ഓവർഹെഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. ഏത് ഓവർഹെഡ്സ് അനലൈസ് ചെയ്യുമ്പോൾ അതിനൊക്കെ 2-3 ഉദാഹരണങ്ങൾ ഓർത്തിരിക്കണം. ഫാക്ടറി ഓവർഹെഡ്സ് മീൻസ് ഓവർഹെഡ്സ് ഇൻകേർഡ്, എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ ഫാക്ടറി. ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ചെലവുകളെയാണ് ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് വിളിക്കുക. ഏതൊരു ചെലവിൻ്റെയും പിന്നിൽ ഫാക്ടറി എന്ന് ചേർത്താൽ മതി. ഫാക്ടറി റെൻറ്റ്, ഫാക്ടറി ലൈറ്റിങ്, ഫാക്ടറി ഹീറ്റിങ്, ഗ്യാസ്, പവർ, ഫ്യൂവൽ, വാട്ടർ, കോള്, കോക്ക്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫാക്ടറി ഓവർഹെഡ്സ്. 2ാമത്തെ കാറ്റഗറി ഓഫീസ് ഓവർഹെഡ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്. എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ ഓഫീസ്. ദൈനംദിന വ്യാപാര ഭരണകാര്യങ്ങൾക്ക് ഓഫീസിലുണ്ടാകുന്ന ചെലവുകളെയാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് എന്ന് വിളിക്കുക. ഉദാഹരണം: റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്, ഇൻഷുറൻസ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി, ഓഡിറ്റ് ഫീസ്, ലീഗൽ എക്സ്പെൻസ് എക്സെട്ര. എത്ര വേണമെങ്കിലും പറയാം. നിലവിലുള്ള സെയിൽസ് നിലനിർത്തുന്നതിനോ പുതിയ സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനോ വേണ്ടി ഉണ്ടാകുന്ന ചെലവുകളെയാണ് സെല്ലിംഗ് ഓവർഹെഡ്സ്. Selling overheads means the expenses incurred to stimulate the sales or to improve the sales. സെയിൽസ് നിലനിർത്തുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അഡ്വർടൈസ്മെൻറ്റാണ്. ഏതൊരു പ്രോഡക്റ്റും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണമെങ്കിൽ വലിയ തോതിൽ പരസ്യം നടത്തിയിരിക്കണം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്, സെല്ലിംഗ് എക്സ്പെൻസ്, സെയിൽസ്മാൻ സാലറി, സെയിൽസ്മാൻസ് ട്രാവലിംഗ് എക്സ്പെൻസ്, ഫാൻസി പാക്കിങ്, ഡിസ്കൗണ്ട് അലൗഡ് തുടങ്ങിയൊക്കെ സെല്ലിംഗ് ഓവർഹെഡ്സിൻ്റെ ഉദാഹരണം. ദെൻ 4ാമത്തെ കാറ്റഗറിയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് മീൻസ് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ച് വിൽക്കുന്നത് വരെ ഉണ്ടാകുന്ന ചെലവ്. ഇവിടുന്ന് ഫാക്ടറിയിൽ നിന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ്, ദാറ്റ് ഈസ് ക്യാരിയേജ് ഔട്ട്വേർഡ്സ്. പ്രധാന എക്സാമ്പിളാണ് ക്യാരിയേജ് ഔട്ട്വേർഡ്സ്. പിന്നെ അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്, പ്രോഡക്റ്റ് സൂക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലമാണ് വെയർ ഹൗസ്. അപ്പോൾ വെയർ ഹൗസിന് കൊടുക്കുന്ന റെൻ്റ്, വെയർ ഹൗസ് അല്ലെങ്കിൽ ഗോഡൗൺ ഓർത്തിരിക്കണം. വെയർ ഹൗസ് അല്ലെങ്കിൽ ഗോഡൗൺ, അതിൻ്റെ കൊടുക്കുന്ന റെൻ്റ്, വെയർ ഹൗസ് സാലറീസ്, വെയർ ഹൗസ് ഇൻഷുറൻസ്, ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിനാണ്. ഇനി എലമെൻ്റ് വൈസ് ക്ലാസിഫിക്കേഷനും 3ആയിട്ട് തിരിക്കും: ഫിക്സഡ് ഓവർഹെഡ്സ്, വേരിയബിൾ ഓവർഹെഡ്സ്,
സെമി വേരിയബിൾ അല്ലെങ്കിൽ സെമി ഫിക്സഡ്. ഉൽപ്പാദനത്തിനനുസരിച്ച് മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ചിലവുകളെയാണ് ഫിക്സഡ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ. നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുന്നതനുസരിച്ച് കൂടുകയോ കുറയുന്നതനുസരിച്ച് കുറയുകയോ ചെയ്യാത്ത ചിലവുകളാണ് ഫിക്സഡ് ഓവർഹെഡ്സ്. ഉൽപ്പാദനം വർദ്ധിക്കുന്നതനുസരിച്ച് അതിന് ആനുപാതികമായി വ്യത്യാസം വരുന്ന ചിലവുകളാണ് വേരിയബിൾ. സെമി എന്ന് പറയുന്നത് ഒരു സർട്ടൻ സ്റ്റേജ് വരെ ഫിക്സഡും അതിനുശേഷം വേരിയബിളും. ഇത് ഫിക്സഡ് ഓവർഹെഡിന് ഉദാഹരണമാണ്. സാലറീസ്, റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്, ഇൻഷുറൻസ്, അതിനൊന്നും മാറ്റമില്ല. നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടിയാലും കുറഞ്ഞാലും സാലറിക്കോ റെൻറ്റിനോ മാറ്റമില്ല. അതുകൊണ്ട് ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫിക്സഡ് ഓവർഹെഡ്സ്. പിന്നെ വേരിയബിൾ ഓവർഹെഡ്സ്, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബറൊക്കെ വേരിയബിൾ ഓവർഹെഡ്സാണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുന്നതനുസരിച്ച് ചിലവിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അതാണ് വേരിയബിൾ. സെമി എന്ന് പറയുന്നതിന് ഉദാഹരണം ടെലിഫോൺ ചാർജ്, പവർ കൺസംഷനാണ്. ഒരു സർട്ടൻ സ്റ്റേജ് വരെ ഫിക്സഡ്, അതിന് ശേഷം വേരിയബിളാകും. അത് ഫിക്സഡ് ചാർജ് ഉണ്ടാവും, അതിന് ശേഷം വേരിയബിളാകും. അതാണ്. പിന്നെ ബിഹേവിയർ ഓഫ് എക്സ്പെൻസ് അനുസരിച്ച് അത് 3: ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എക്സാമ്പിൾ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പഠിച്ചാ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാ. ഇൻ ഫർണിച്ചർ മേക്കിംഗ് നെയിൽസ് യൂസ് ആർ ദ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻ ക്ലോത്ത് മേക്കിംഗ് ഇൻ ഡ്രസ് മേക്കിംഗ് ത്രെഡ് യൂസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. പിന്നെ ഇൻ ബുക്ക് മേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ പൾപ്പ് യൂസ്ഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇനി ഇൻഡയറക്റ്റ് ലേബർ, സാലറി പെയ്ഡ് ടു സൂപ്പർവൈസർ, ക്ലർക്ക്, അക്കൗണ്ടൻറ്റ്, ടൈം കീപ്പർ തുടങ്ങിയ ആർക്ക് കൊടുക്കുന്ന വേജും ഇൻഡയറക്റ്റ് ലേബറാണ്. ഡയറക്റ്റ് ലേബറിന് ഒരേ ഒരു ഉദാഹരണമുള്ളൂ, വേജസ്. വേജസ് പെയ്ഡ് ടു വർക്കേഴ്സ്, ഓർമ്മ വയ്ക്കുക. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്തതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണമാണ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഒരു 5 മാർക്കിൻ്റെ തിയറിക്കുള്ള നോട്ട് അറിയണം. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ, എലമെൻ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ വിത്ത് റിഗാർഡ് ടു ബിഹേവിയർ ഓഫ് എക്സ്പെൻഡിച്ചർ. ഇനി ഈ ഓവർഹെഡ്സിനെ ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്സ്. ഫാക്ടറിയിൽ 2 തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അത് പലതുണ്ടാവും, A, B, C, 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ പ്രൊഡക്ഷൻ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അനിവാര്യമായ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് സർവീസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പവർ, വാട്ടർ, ഗ്യാസ്, ഇതൊക്കെയാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന് ഉതകുന്ന തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുക. അതാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പണി. അപ്പോൾ ഇവിടെ A, B, C, X, Y ഇത് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ചെലവിനെ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതം വെച്ച് കൊടുക്കുന്ന പണിയാണ് എന്താ? ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്സ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്. അബ്സോർപ്ഷൻ നോട്ട് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്. ഒരു എക്സ്പെൻസ് അലോക്കേറ്റഡ് ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ബോത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സർവീസ്.
ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്സ്. ഇനി ഓരോന്നിനും എത്രയാണെന്ന് കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് അലോക്കേറ്റഡ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ കോസ്റ്റ് യൂണിറ്റ്സ്. ഫോർ എക്സാമ്പിൾ റെൻ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്നതിന് ഒരു മാനദണ്ഡം ഉണ്ടാവും, ഒരു ബേസ് ഉണ്ടാവും. സാധാരണ ഏരിയയിൽ ഫ്ലോർ ഏരിയ ഉണ്ടോ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അളവിനനുസരിച്ചാണ് റെൻ്റ് എന്ന് പറയുന്ന ചെലവിനെ വീതം വയ്ക്കുക. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 1000 രൂപ ഉണ്ടായി, ഇതിന് 200, 300, 400, 100, 100 ഇങ്ങനെ റെൻറ്റിനെ വീതം വെച്ചു. ഇതിന് പൊതുവായ മാനദണ്ഡമൊന്നുമില്ല, ഏതാണ്ട് സ്യൂട്ടബിളായ ഒരു മാനദണ്ഡം ഉപയോഗിച്ചിട്ട് വീതം വയ്ക്കും. പിന്നെ ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞാൽ അത് വീതം വയ്ക്കുന്ന വാല്യൂ ഓഫ് അസറ്റ്സ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീതം വയ്ക്കും. ഇനി ക്യാൻറ്റീൻ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞാൽ വീതം വയ്ക്കാനുള്ള മാനദണ്ഡം നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് വീതം വയ്ക്കും. ഇങ്ങനെ ഓരോ ചെലവുകൾക്കും അതിൻ്റേതായ മാനദണ്ഡം ഉപയോഗിച്ച് വീതം വയ്ക്കുന്ന പ്രോസസ്സിനെയാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ. വൺ വേർഡ് ചോദിക്കും. ഇനി ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എഗെയിൻ അപ്പോർഷൻഡ് ടു വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിനെയാണ് റീ അപ്പോർഷൻമെൻറ്റ് എന്ന് വിളിക്കുക. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടലിനെ വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വീതം വെച്ച് കൊടുക്കുന്ന പ്രക്രിയയാണ് റീ അപ്പോർഷൻമെൻറ്റ് എന്ന് പറയും. ആ റീ അപ്പോർഷൻ നടത്തുന്നതിന് പല വഴികളുണ്ട്. ഒന്ന് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, 2 സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, 3 ഡയറക്റ്റ് മെത്തേഡ്. ഇത് 3 ഓർത്തിരുന്നാൽ മതി. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ ഒരു ചെറിയ കണക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. റീ അപ്പോർഷൻമെൻറ്റ് അല്ലെങ്കിൽ അതിനു വേണ്ടി ഇതിനെ വീതം വയ്ക്കുന്നതിന് ഒരു കണക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അപ്പോർഷൻമെൻറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലോക്കേഷൻ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനെയാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ. രണ്ടാമത്തെ പണിയാണ് അബ്സോർഷൻ. ഈ എ എന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ടോട്ടൽ എല്ലാത്തിൻ്റെയും കിട്ടിയ ഈ ടോട്ടലിനെ ഒന്നിനെത്ര എന്ന് കണക്കാക്കിയെടുക്കുന്ന പണിയാണ് അബ്സോർഷൻ. ഇനിയിപ്പോൾ ഇപ്പോൾ ടോട്ടൽ കിട്ടിയ ഒരു 10,000 കിട്ടി എന്നങ്ങോട്ട് സങ്കല്പിക്കാം. ഈ 10,000 രൂപ അവിടെ എക്ക് കിട്ടിയപ്പോൾ അവിടെ 2000 യൂണിറ്റാണ് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ ഒന്നിൻ്റെ ചിലവ് എന്ന് പറയുന്നത് 10,000/2000, 5 രൂപ ചിലവ്. ആ 5 രൂപ കണ്ടുപിടിക്കുന്ന പണിയാണ് അബ്സോർഷൻ. ഒന്നിനെത്ര, 1 കിലോയ്ക്ക് എത്ര, 1 ടണ്ണിന് എത്ര, 1 സെൻറ്റിമീറ്ററിന് എത്ര, 1 മീറ്ററിന് എത്ര എന്ന് കൃത്യമായിട്ട് കണക്കാക്കി എടുക്കുന്ന പണിയാണ് അബ്സോർഷൻ. അതിന് പല മെത്തേഡുണ്ട്. യൂണിറ്റ് ബേസ് ഉണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ ബേസിസ് ഉണ്ട്, ഡയറക്റ്റ് വേജസ് ഉണ്ട്, പ്രൈം കോസ്റ്റ് ഉണ്ട്, ലേബർ അവേഴ്സ് ഉണ്ട്, പിന്നെ മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് അതായത് 1 മണിക്കൂർ നേരം ഒരു മെഷീൻ ഓടിക്കുന്നതിനുള്ള ചിലവ്, അതിനെയാണ് മെഷീൻ അവർ റേറ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് റണ്ണിങ് എ മെഷീൻ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ്, അപ്പോഴാണ് നമുക്ക് മെഷീൻ അവർ റേറ്റ് കിട്ടുക. അപ്പോൾ ഈ മെഷീൻ അവർ റേറ്റിന് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കണക്ക് പ്രകാരം, എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഇതിലൊരു മെത്തേഡ് ഇത് 5 മാർക്കിന്, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ചോദിക്കുക. ഇനി അതല്ല മൊത്തം ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ കാണാനാണെങ്കിൽ അത് 10 മാർക്കിൻ്റെ ഉണ്ടാവും. ഇതാണ് ഓവർഹെഡ്സ് എന്ന പാഠത്തിൻ്റെ ഒരു ഏകദേശ രൂപം. ഇനി നമുക്ക് ഒരു കണക്ക് ചെയ്യാം. 2024 പബ്ലിക് എക്സാമിന് ചോദിച്ച 24ാമത്തെ ചോദ്യമാണ് ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കൈവശമുള്ളവർക്ക് റെഫർ ചെയ്യാം.
The National Company Limited having 4 departments A, B and C are producing department and D is a service department. The actual cost for a period are as follows. Heading കൊടുത്തു primary overhead distribution. Summary. Primary overhead distribution summary അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്സ്. ഐറ്റം എഴുതുന്നതിനൊരു കോളം, ബേസ് എഴുതുന്നതിനൊരു കോളം, ടോട്ടൽ എഴുതാനൊരു കോളം. ഇനി എത്ര ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ അത്രയും കോളം. 4 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ 4 കോളം, 5 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ 5 കോളം, 10 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ 10 കോളം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, A, B, C are production department. D is a service department. That means separate columns should be provided for each department, both production and service department. First item, rent. Actual cost തന്നിട്ടുണ്ട്, കോസ്റ്റിനെയാണ് വീതം വയ്ക്കുക. ചോദ്യം നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. റെൻറ്റിന് വീതം വയ്ക്കുന്നതിന് അതിൻ്റെ താഴെ മോസ്റ്റ് ഇക്വിറ്റബിൾ മാനർ നോക്കുക. ഏതൊക്കെയാണ് മാനദണ്ഡം തന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഏരിയ ഉണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട്, വേജസ് ഉണ്ട്, വാല്യൂ ഓഫ് പ്ലാന്റ് ഉണ്ട്, വാല്യൂ ഓഫ് സ്റ്റോക്ക് ഉണ്ട്. ഇതിൽ റെൻറ്റിന് പറ്റിയത് ഏരിയ. ഇവിടെ ഏരിയ. എന്നിട്ട് ആ ഏരിയയുടെ റേഷ്യോ നോക്കൂ. ഏരിയ 1500, 1100, 900, 500. അപ്പോൾ 15:, സിംപ്ലിഫൈ ചെയ്തു, 11:9:5. ടോട്ടൽ റെൻറ്റിൻ്റെ ടോട്ടൽ 10,000. 10,000 ഈ റേഷ്യോയിൽ വീതം വയ്ക്കുക. 10,000 × 15/40. 10,000 × 15/40. 15×5 75. 3,750 വരും. 10,000 × അടുത്തത് 10,000 × 11/40. 2,750. 10,000 × 9/40. 2,250. ഐ തിങ്ക് സോ. നിങ്ങൾ വീതം വെച്ചോളുക. 10,000 × 5/40. വീതം വെച്ചതിന് ശേഷം അത് 4 കൂട്ടി നോക്കുമ്പോൾ 10,000 ആയിരിക്കണം. 3 × 5 5/4 6.5 7 9 10 ശരിയാണ്. അടുത്ത ഐറ്റം റിപ്പയേഴ്സ്. Can you find a suitable base from the following? Value of plant. പ്ലാന്റിനാണ് റിപ്പയേഴ്സ് നടത്തുന്നത്. ഡിപ്രിസിയേഷനും റിപ്പയേഴ്സും ഒക്കെ ഫിക്സഡ് അസറ്റിന്മേൽ നടത്തുന്നതാണ്. വാല്യൂ ഓഫ് പ്ലാന്റ് 2,40,000, 1,80,000, 1,20,000, 60,000. That means 24:18:12:6. 6 കൊണ്ട് വീണ്ടും വെട്ടി. 4 വീണ്ടും സിംപ്ലിഫൈ ചെയ്തു. 3:2:1. അപ്പം എല്ലാത്തിനെയും 60,000 കൊണ്ട് ഹരിച്ചു.
2,40,000 divided by 60,000, that is 4. 1,80,000 divided by 60,000, that is 3. 1,20,000 divided by 60,000, that is 2. 60,000 by 60,000, that is 1. Area repairs are total 6,000. 6,000-നെ ഈ റേഷ്യോയിൽ വീതം വെച്ചു. 6,000 ഇൻറ്റു 4/10, 2,400, 1,800, 1,200, 600. 24, 34 തൊട്ട് 42, 6, 48, 52, 60. കാൽക്കുലേറ്ററിൽ വീതം വെച്ച് നോക്കുക. കാൽക്കുലേറ്റർ നിർബന്ധമായും പരീക്ഷയ്ക്ക് കൊണ്ടുപോകണം. ഡിപ്രിസിയേഷൻ, പരീക്ഷയ്ക്ക് മൊബൈൽ ഉപയോഗിക്കാമെന്ന പ്രതീക്ഷയിൽ പോകണ്ട, പരീക്ഷ കളിക്കേറ്റില്ല. ഡിപ്രിസിയേഷൻ 4,500 എമൗണ്ട്. ബേസ് സെയിം ആസ് എബോവ്. വാല്യൂ ഓഫ് പ്ലാന്റ്, ദാറ്റ് ഈസ് 4:3:2:1. 4,500 into 4/10, 4,500 into 3/10. 4,500 into 2/10, 4,500 into 1/10. കണക്കാക്കി നോക്കണം. Then next item, light. ലൈറ്റിങ്ങിനെ വീതം വയ്ക്കാനുള്ള ശരിയായ മാനദണ്ഡം ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. ലൈറ്റ് പോയിൻറ്റ്സ് ഇല്ല എങ്കിൽ ഏരിയ. ഈ കണക്കിൽ ലൈറ്റ് പോയിൻറ്റ്സ് തരാത്തത് കൊണ്ട് നെക്സ്റ്റ് ചോയ്സ് മോസ്റ്റ് ഇക്വിറ്റബിൾ മാനർ ഏരിയ. ഏരിയ റേഷ്യോ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ലൈറ്റ് പോയിൻറ്റ്സ്, ലൈറ്റിംഗ് 1000. 1000 into 15/40. പതിനായിരത്തിനെ വീതം വെച്ച് കിട്ടിയ സംഖ്യയുടെ ഓരോ 0 ക്യാൻസൽ ചെയ്താൽ 1000-നെ വീതം വെച്ചതാണ്. അതാണ് എളുപ്പം. എളുപ്പ വഴിയിൽ പരമാവധി ഉത്തരത്തിലെത്തുക. അപ്പം നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും. ദെൻ സൂപ്പർവിഷൻ. സൂപ്പർവിഷനെ വീതം വയ്ക്കാനുള്ള മാനദണ്ഡം നമ്പർ ഓഫ് വർക്കേഴ്സ്. റേഷ്യോ 200:150:100:50. എല്ലാത്തിനെയും അമ്പോട്ട് വെട്ടി. 4:3:2:1. ടോട്ടൽ സൂപ്പർവിഷൻ്റെ ടോട്ടൽ 15,000. മനസ്സിലാക്കിയാൽ തെറ്റാതെ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു കണക്കാണിത്. 15,000 into 4/10. ആ 6,000, 4,500, 3,000, 1,500 ഇങ്ങനെ കിട്ടി. ദെൻ അടുത്ത ഐറ്റം ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക്.
ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക്, വാല്യൂ ഓഫ് സ്റ്റോക്ക്. യെസ്, വാല്യൂ ഓഫ് സ്റ്റോക്ക്. ഇതിനെപ്പറ്റി ഒരു 2 കണക്ക് നമ്മൾ നോക്കി മനസ്സിലാക്കിയ ഒരു ഐഡിയ കിട്ടും. മാനദണ്ഡം വാല്യൂ ഓഫ് സ്റ്റോക്ക് 1,50,000 ഈസ് ടു 90,000 ഈസ് ടു 60,000. പതിനഞ്ച് ഈസ് ടു 9:6, വീണ്ടും 3 കൊണ്ട് വെട്ടി. 5 ഈസ് ടു 3 ഈസ് ടു 2. സ്റ്റോക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലില്ല, ഉൽപ്പാദനം നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. ടോട്ടൽ 5,000. 5,000 ഇൻറ്റു 5/10 2,500, 1,500, 1000. Then last item, employers' contribution to employees' insurance claim. Employees' insurance claim. Number of employees, number of workers. അല്ല, വർക്കേഴ്സ് മാത്രമല്ല, എല്ലാ എംപ്ലോയീസും ഉണ്ട്. അപ്പോൾ വേജസ് കോമൺ മാനദണ്ഡം. വേജസ് 6:4:3:2. കൊടുക്കുന്ന കൂലിക്ക് ആനുപാതികമായിട്ടാണ് ഇൻഷുറൻസ് ക്ലെയിം വരിക. ഇൻഷുറൻസ് ക്ലെയിം 1,500. 6, 4, 10, 11, 15, 100, 600, 400, 300, 200. പവർ പവറിനെ വീതമിക്കാനുള്ള ഒരു മാനദണ്ഡം സാധാരണ HP ഓഫ് മെഷീനാണ് എടുക്കുക. HP ഓഫ് മെഷീൻ ഇവിടെ അത് തന്നിട്ടില്ല. 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ഐദർ HP ഓഫ് മെഷീൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് പ്ലാന്റ്. വാല്യൂ ഓഫ് പ്ലാന്റ് നമ്മൾ എവിടെയോ റേഷ്യോ എഴുതി വെച്ചിട്ടുണ്ട്. 4:3:2:1. ഓർത്തിരിക്കണം, പവർ ക്യാൻ ബി അലോക്കേറ്റഡ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് HP ഓഫ് മെഷീൻ ഓർ വാല്യൂ ഓഫ് പ്ലാന്റ്. എമൗണ്ട് amount 9,000. 9,000 into 4/10. 3,600, 2,700, 1,800, 900. Then total 'total' കൂട്ടിക്കോളുക.
ടോട്ടൽ പ്ലസ് ബിയുടെ ടോട്ടൽ പ്ലസ് സിയുടെ ടോട്ടൽ പ്ലസ് ഡിയുടെ ടോട്ടൽ ആയിരിക്കണം 52,000. ആ ടോട്ടലുകളെല്ലാം കൂട്ടിയാൽ ഇത് തൃപ്തിയാകും. അപ്പോഴാണ് നമ്മുടെ ഉത്തരം ശരിയായി എന്ന നിഗമനത്തിൽ എത്തുക. അപ്പോൾ പ്രൈമറി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.